ഗൂഗിളിന്റെ സ്വന്തം ഫോണായിട്ടുള്ള പിക്സൽ ഫോണിന് ലോകമെമ്പാടും ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ട് പോലും ഗൂഗിളിന്റെ സ്വന്തം ഫോണായിട്ടുള്ള പിക്സൽ 6 പ്രോ US-ൽ നിന്ന് വരുത്തി നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അതിന് വലിയ ഒരു മികച്ച പിന്തുണയാണ് നിങ്ങൾ നൽകിയത്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇത്തവണ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളായിട്ടുള്ള പിക്സൽ 7ഉം പിക്സൽ 7 പ്രോയും ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ സ്വന്തം ഫോണായിട്ടുള്ള പിക്സൽ 7ന്റെയും പിക്സൽ 7 പ്രോയുടെയും വിശേഷങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഗൂഗിൾ തങ്ങളുടെ പിക്സൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നില്ല. ഗ്ലോബലി ലോഞ്ച് ചെയ്യപ്പോഴും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നില്ല. എന്നാൽ ഇത്തവണ ഗ്ലോബൽ ലോഞ്ചിനോടൊപ്പം തന്നെ ഇന്ത്യയിലും പിക്സൽ 7ഉം 7 പ്രോയും ലോഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കും ഗൂഗിളിന്റെ പിക്സൽ 7 സീരീസിലെ ഫോണുകൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് ഫോണുകളുടെയും അൺബോക്സിംഗ് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ഇതുപോലൊരു കിഡിലൻ ബാഗിനകത്താണ് നമുക്ക് ഈ ഒരു രണ്ട് ഫോണുകൾ അയച്ചു തന്നിരിക്കുന്നത്. ഈ ബോക്സിന്റെ പുറത്ത് ഇതുപോലെ ടീം പിക്സൽ എന്ന് എഴുതിയിട്ടുണ്ട്. ബോക്സിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. യെസ്, ഇതിനകത്തും ടീം പിക്സൽ എന്ന് എഴുതിയ ഒരു എൻവലപ്പ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എൻവലപ്പിനകത്ത് നമുക്ക് കുറേ സ്റ്റിക്കറുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ടീം പിക്സൽ എന്ന് എഴുതിയ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ ഒരു ലെറ്റർ, ഒരു ഗ്രീറ്റിംഗ് ലെറ്റർ നമുക്ക് അവിടെ നിന്ന് ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് കൂടാതെ ഒരു മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാഡ്ജ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ടീം പിക്സൽ എന്ന് എഴുതി ഇരിക്കുന്നു നമ്മുടെ രണ്ട് ഫോണുകൾ. യെസ്, പിക്സൽ 7 പ്രോയും പിക്സൽ 7ഉം. എനിക്ക് വയ്യ, സൂപ്പർ എക്സൈറ്റഡ്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് ഫോണിന്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഏത് അൺബോക്സ് ചെയ്യണം? പിക്സൽ 7 പ്രോ അൺബോക്സ് ചെയ്യണോ അതോ പിക്സൽ 7 അൺബോക്സ് ചെയ്യണോ? എന്തിനായാലും 7 അൺബോക്സ് ചെയ്യാം. ഈ ഒരു സ്റ്റിക്കർ ഇതുപോലെ ഇങ്ങനെ കയറി മാറ്റിയാൽ മതി. ഇവിടെ ഇതുപോലെ കയറി അങ്ങ് മാറ്റിയാൽ മതി. എനിക്ക് വയ്യ. ഇത് പിക്സൽ 7 ആണ്. നോക്കിയാൽ നല്ല പ്യുവർ വൈറ്റ്, അടിപൊളി, ഭയങ്കര ബിൽഡ്, ഭയങ്കര ലുക്കും. അത് കൂടാതെ ഇതിനകത്തുള്ളത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് C-to-C കേബിൾ, അതുപോലെ ഒരു ഡോങ്കിൾ ഉണ്ട്, മൈക്രോ USB to C ഒരു ഡോങ്കിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു സംഭവം, യൂസർ മാനുവലും വാറന്റി കാർഡ് ഇൻഫർമേഷനൊക്കെ അല്ലേ, വളരെ ചെറുത്. അപ്പോൾ അത് കൂടാതെ ഇതിനകത്ത് സിം ഇജക്ടർ പിന്നും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബോക്സ് കണ്ടന്റ്. ഫോൺ ഇരിക്കുന്നു. ഇനി നമുക്ക് 7 പ്രോ കൂടെ പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് കണ്ടിട്ട് വരാം. പിക്സൽ 7 പ്രോ, അതിനും കത്തി വേണ്ട, സ്റ്റിക്കർ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് ഇളക്കി മാറ്റിയാൽ മതി. ഇവിടെയും നമുക്ക് ഇളക്കി മാറ്റാം. പിക്സൽ 7 പ്രോ അൺബോക്സ്. പൊന്നെ, വേറെ ലെവൽ. നിങ്ങൾക്കറിയാം, ഞാൻ ഈ പിക്സൽ 6 പ്രോ തന്നെ ഭയങ്കര സംഭവമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ എന്ന് പറയുന്നത് പിക്സൽ 6 പ്രോ ആയിരുന്നു ഇതുവരെ. അവിടെയാണ് വീണ്ടും ഒരു അപ്ഗ്രേഡിൽ ഇതുപോലെ പിക്സൽ 7ഉം 7 പ്രോയും വന്നിരിക്കുന്നത്. സൂപ്പർ എക്സൈറ്റഡ്, അടിപൊളി ഡിസൈൻ, ഒന്നും പറയാനില്ല. ഇവിടെ മെയിൻ നമ്മൾ ഒറ്റ നോട്ടത്തിലുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് 7 ഫ്ലാറ്റ് ഡിസ്പ്ലേ, എന്നാൽ 7 പ്രോ വന്നിട്ട് കർവ്ഡ് ഡിസ്പ്ലേ. അപ്പോൾ ഇനി 7 പ്രോയുടെ ബോക്സ് കണ്ടന്റും ഒന്ന് നോക്കാം. അതും സെയിം തന്നെയാണ്. C-to-C ചാർജിങ് കേബിൾ, അതുപോലെ ഒരു പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡോങ്കിൾ ഉണ്ട്. പിന്നെ യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ, അതിന്റെ ബാക്കിൽ സിം ഇജക്ടർ പിൻ. അപ്പോൾ ബോക്സ് കണ്ടന്റ് രണ്ട് ഫോണിലും ഏകദേശം സെയിം ആണെന്ന് പറയേണ്ടി വരുന്നു. അടുത്തതായിട്ട് ഈ രണ്ട് ഫോണുകളിലും പുതുതായി ഗൂഗിൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് നോക്കാം. ആദ്യത്തേത് ഫോട്ടോ അൺബ്ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നമ്മൾ ഗൂഗിളിന്റെ പിക്സൽ 7 പ്രോ ഉപയോഗിച്ചുകൊണ്ടും 7 ഉപയോഗിച്ചുകൊണ്ടും ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ഇൻ കേസ് കൈയൊക്കെ ഒരു അല്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങി ബ്ലെയർ ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോഴായിരിക്കും ഫോട്ടോ ബ്ലെയർ ആയി പോയി എന്ന് മനസ്സിലാക്കുന്നത്. അത്തരം ബ്ലെയർ ആയ ഫോട്ടോകളെ അൺബ്ലെയർ ചെയ്യാൻ ഈ ഒരു ഫോണിനകത്ത് സാധിക്കും. ഗൂഗിളിന്റെ ഗാലറി ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഗൂഗിൾ ഫോട്ടോസിൽ വന്നു കഴിഞ്ഞാൽ ബ്ലെയർ ആയ ഫോട്ടോകൾ മെഷീൻ ലേണിംഗിന്റെ ഭാഗമായിട്ട് ഫോൺ തന്നെ കണ്ടെത്തുകയും അത് അൺബ്ലെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിൽ അൺബ്ലെയർ ചെയ്തുകൊണ്ട് ബ്ലെയർ ആയ ഫോട്ടോകളെ അൺബ്ലെയർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോ തന്നെ ആകണമെന്നില്ല. വേറെ പഴയ ഏതെങ്കിലും മറ്റ് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോകളും ഒക്കെ, അതായത് നമ്മുടെ ഗാലറിയിലുള്ള ഏത് ഫോട്ടോകളും ഇത്തരത്തിൽ അൺബ്ലെയർ ആയിട്ടുള്ള ഫോട്ടോകളെ ഗൂഗിൾ പിക്സൽ 7 പ്രോയും 7ഉം ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ഫോട്ടോസ് ആപ്പ് വഴി ഇത്തരത്തിൽ അൺബ്ലെയർ ചെയ്യാൻ സാധിക്കും. പിന്നീട് പുതുതായി കൊണ്ടുവന്ന ഫീച്ചറാണ് ഓഡിയോ ഗൈഡഡ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അതായത് കാഴ്ചയ്ക്കൊക്കെ പ്രശ്നമുള്ളവർക്ക് പോലും സെൽഫി എടുക്കാൻ ഈ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. കാഴ്ച മങ്ങലുള്ളവർക്ക് സെൽഫി എടുക്കുമ്പോൾ എത്രത്തോളം ഫോക്കസിൽ തങ്ങൾ വന്നു എന്ന് അറിയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് ഓഡിയോ വഴിയും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വഴിയും ഫോക്കസ് വന്നു എന്ന് കാഴ്ച മങ്ങലുള്ളവർക്ക് പോലും മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ ഓഡിയോ ഗൈഡഡ് ഫ്രെയിം ഫീച്ചർ ഇത്തവണ
ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണുകളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. 7 സീരീസിലേക്ക് വന്ന പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് 6 പ്രോയിൽ നിന്നും ഇപ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സറാണ് ഗൂഗിൾ ഈ ഒരു 7 സീരീസിലെ ഫോണുകൾ ഉപയോഗിക്കുന്നത്. 6 പ്രോയിൽ നേരത്തെ ടെൻസറിന്റെ G എന്ന പ്രോസസ്സർ ആയിരുന്നു ഉപയോഗിച്ചെങ്കിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെൻസർ G2 എന്ന പ്രോസസ്സറാണ് ഇപ്പോൾ 7 സീരീസിലെ ഫോണുകളിൽ ഗൂഗിൾ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല 7 പ്രോയിൽ ഒരു ഡെഡിക്കേറ്റഡ് സെക്യൂരിറ്റി ചിപ്പായിട്ടുള്ള ടൈറ്റൻ M2 എന്ന ചിപ്പും 7 പ്രോയിൽ ഗൂഗിൾ ഉപയോഗിച്ചിട്ടുണ്ട്. സൂപ്പർ റെസ് സൂം എന്ന ഫീച്ചറാണ് ഈ ഒരു 7 പ്രോയിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. അതായത് ഇപ്പോൾ 7 പ്രോയിൽ ഇത്തരത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 48 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസർ ഉള്ളത് കൊണ്ട് തന്നെയും നമുക്ക് 30 ഇരട്ടി വരെ സൂം ചെയ്തുകൊണ്ട് വളരെ ക്വാളിറ്റി ലോസ് വരാതെ മികച്ച ഹൈ റെസൊല്യൂഷൻ സൂം ചെയ്ത ഫോട്ടോകൾ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. 30 ഇരട്ടി വരെ നമുക്ക് 7 പ്രോ ഉപയോഗിച്ചുകൊണ്ട് സൂം ചെയ്യാൻ സാധിക്കുമ്പോൾ ഇവിടെ 7ൽ 8 ഇരട്ടി വരെ സൂം ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകളും എടുക്കാൻ സാധിക്കും. 7 പ്രോയിലേക്ക് വന്ന മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൽ നിന്ന് വെറും 3 സെന്റിമീറ്റർ മാത്രം വരെ അകലത്തിൽ കൊണ്ടുവന്ന് മാക്രോ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് 7 പ്രോയുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ നൈറ്റ് സൈറ്റ് എന്ന പേരിൽ ലോ ലൈറ്റിൽ മികച്ച ഫോട്ടോകൾ എടുക്കാനും ഇപ്പോൾ 7 സീരീസിലെ സ്മാർട്ട് ഫോണുകളിൽ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഒന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കാം. അതായത് ഇവിടെ എന്റെ കയ്യിൽ ഇടത് സൈഡിൽ ഇരിക്കുന്നത് പിക്സൽ 7ഉം ഇതെന്ന് പറയുന്നത് പിക്സൽ 7 പ്രോയുമാണ്. രണ്ടും അത്യുഗ്രൻ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണുകളും പുറത്തിറക്കിയിരിക്കുന്നത്. പിക്സൽ 7 പ്രോ ഏകദേശം കഴിഞ്ഞ തവണ കണ്ട പിക്സൽ 6 പ്രോയുടെയൊക്കെ ഏകദേശം ഐഡന്റിക്കൽ ആയിട്ട് നമുക്ക് തോന്നും. വ്യത്യാസം പ്രധാനമായിട്ടും വരുന്നത് ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ഭാഗമാണ്. ഇത് കണ്ടില്ലേ, നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ക്യാമറയുടെ അറേഞ്ച്മെന്റ് ഇവിടെ ഒരു പിൽ ഷേപ്പിലേക്കൊക്കെ മാറി ഒരു ക്യാമറ റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ പിക്സൽ 6 പ്രോയിൽ നിന്ന് ഡിസൈൻ വൈസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പിക്സൽ 7 പ്രോയിൽ. അതുപോലെ തന്നെ പിക്സൽ 6 പ്രോയിൽ ഈ ഒരു പോർഷനും ഗ്ലാസ് ആയിരുന്നു. പക്ഷേ ഇവിടെ പിക്സൽ 7 സീരീസിൽ വന്നപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് മെറ്റാലിക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു പ്രധാന വ്യത്യാസമുണ്ട്. 7ഉം 7 പ്രോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലോസി മെറ്റലാണ് 7 പ്രോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ. എന്നാൽ 7ൽ ഗ്ലോസി മെറ്റൽ അല്ല നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാന വ്യത്യാസം കാണുന്നുണ്ട്. രണ്ടും ബാക്ക് എല്ലാം അടിപൊളി നല്ലൊരു ഫീൽ നൽകുന്നുണ്ട്. ഇവിടെ ഗൂഗിളിന്റെ ആ ഒരു ലോഗോ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഈ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ വിഭാഗത്തിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 7 പ്രോ വന്നിട്ട് കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. എന്നാൽ 7 വന്നിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. അതുപോലെ സ്ക്രീനിന്റെ റിഫ്രഷ് റേറ്റിലും കാര്യമായിട്ടുള്ള വ്യത്യാസം ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുമുണ്ട്. ഇവിടെ 7 പ്രോ വന്നിട്ട് ക്വാഡ് HD പ്ലസ് റെസൊല്യൂഷനിലെ OLED ഡിസ്പ്ലേ ആണ് ഇവിടെ 7 പ്രോയിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ 7ലേക്ക് വരുമ്പോൾ അത് ഒരു ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ 7 പ്രോയിൽ 120 ഹെഡ്സിന്റെ LTPO ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 ഹെഡ്സ് മുതൽ 120 ഹെഡ്സ് വരെ വേരിയിങ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് ഇവിടെ 7 പ്രോയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ 7ൽ 90 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റേ ഉള്ളൂ. അതുപോലെ HDRന്റെ സപ്പോർട്ടും ഡിസ്പ്ലേക്ക് ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ക്യാമറയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫോണുകളിലും ഉള്ള ക്യാമറയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 7 പ്രോയിൽ ബാക്കിൽ വന്നിട്ട് 3 ക്യാമറകളുണ്ട്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് രണ്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് പക്ഷേ 2 ക്യാമറയേ ഉള്ളൂ. ടെലിഫോട്ടോ സെൻസർ ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടില്ല. അപ്പോൾ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും 12 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 48 മെഗാ പിക്സലിന്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെലിഫോട്ടോ സെൻസറും 7 പ്രോയിൽ കൊടുത്തിട്ടുള്ളപ്പോൾ ഇവിടെ 50ഉം 12ഉം 50 മെഗാ പിക്സലിന്റെ പ്രൈമറിയും 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും മാത്രമേ ഈ 7ലുള്ളൂ. അൾട്രാ വൈഡ് ആംഗിൾ 48ന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോണിനകത്തും സെയിം സെൽഫി ക്യാമറ തന്നെയാണ് ഗൂഗിൾ നൽകിയിരിക്കുന്നത്. 10.8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് രണ്ട് സ്മാർട്ട് ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. നേരത്തെ ഉള്ള 6 പ്രോയിലും ബാക്ക് ക്യാമറ സെറ്റപ്പ് സെയിം ആയിരുന്നു. പക്ഷേ ഇത്തവണ ക്യാമറയിൽ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് 7 സീരീസിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ രണ്ട് ഫോണുകളിലും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുള്ള വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓരോ ഒബ്ജക്റ്റിലായിട്ട് എൻ്റെ ഒരു ഫോക്കസ് എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഈ ഫോണിലൂടെ കണ്ടിട്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കി ആ ബാക്ക്ഗ്രൗണ്ട് ബോക്കയൊക്കെ കണ്ടില്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. ഫ്രണ്ടിലുള്ള ഓരോ പൂക്കളും ഇത്തരത്തിൽ ഫോക്കസിലേക്ക് വരുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബോക്കെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതൊരു സാധാരണ സ്മാർട്ട് ഫോണുകളിൽ അത്രയും കിട്ടാറില്ല. പക്ഷേ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബാക്ക്ഗ്രൗണ്ട് ബോക്കെ ഒരു രക്ഷയില്ല. വീഡിയോയും നല്ല ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഓൺ ബോർഡ് സൗണ്ടാണ്. എത്രത്തോളം ക്വാളിറ്റി ഈ ഒരു ഫോണിൻ്റെ സൗണ്ട് ക്യാപ്ചറിങ്ങിനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ബാക്ക് ക്യാമറയെ അപേക്ഷിച്ച് സാച്ചുറേഷൻ, ഓവർ സാച്ചുറേഷൻ ഫ്രണ്ട് ക്യാമറയ്ക്ക് അത്രയൊന്നുമില്ല. കറക്റ്റായിട്ടുള്ളൊരു കളറാണ് കാണുന്നത്. നല്ലൊരു ക്വാളിറ്റി,
നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന ദൃശ്യങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്നില്ല. ഒരു ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന ഒരു ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉണ്ട് എന്നുള്ളതും എടുത്തു തന്നെ പറയാം. ഈ ഒരു 7 Proയിൽ ടെലിഫോട്ടോ സെൻസർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 5x വരെ ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ കണ്ടില്ലേ 2x വരെ സൂമിംഗ് ഉള്ളൂ. എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഈ ഒരു 7 Proയിൽ 30x വരെ നമുക്ക് ടെലിഫോട്ടോ വഴി സൂം ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ 7ൽ വന്നിട്ട് മാക്സിമം 8x വരെ സൂമിംഗ് ഉള്ളൂ എന്നുള്ളതും ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള പ്രത്യേകതയാണ്. എന്നാൽ പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ഫോണുകളിനകത്തും ഗൂഗിളിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ ടെൻസർ G2 എന്ന പ്രോസറാണ്. നേരത്തെ പിക്സൽ 6 Proയിൽ ഗൂഗിളിന്റെ ടെൻസർ G എന്ന പ്രോസർ ആയിരുന്നെങ്കിൽ ഇവിടെ ടെൻസർ G2 എന്ന അപ്ഡേറ്റഡ് പ്രോസറാണ് രണ്ട് സ്മാർട്ട് ഫോണുകളിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ 7 Proയിൽ 12GB റാം വിത്ത് 128GB ഇന്റർണൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒറ്റ വേരിയന്റ് ആണ്. എന്നാൽ 7ൽ വന്നിട്ട് 8GB റാം വിത്ത് 128 എന്ന് പറയുന്ന ഒറ്റ വേരിയന്റ് ആണ്. ബാറ്ററിയുടെ കാര്യം പറഞ്ഞാൽ 7 Pro ഏകദേശം 5000 mAh അടുത്തുണ്ട്. 4926 mAh 7 Pro എന്ന ഈ ഒരു ഫോണിനകത്ത് ഉണ്ടെങ്കിൽ ഇവിടെ 7 വന്നിട്ട് 4270 mAh ഉള്ളൂ. രണ്ട് ഫോണിലും 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ രണ്ട് ഫോണുകളോടൊപ്പം ചാർജർ നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയട്ടെ. രണ്ട് ഫോണുകൾക്കും വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. 7 Proയിൽ ഗൂഗിൾ അവകാശപ്പെടുന്നത് 24 മണിക്കൂർ നേരത്തെ ബാറ്ററി ലൈഫാണ് ഇതിനകത്ത്. പക്ഷേ നമുക്ക് ബാറ്ററി ലൈഫ് പവർ സേവിംഗ് മോഡൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 72 മണിക്കൂർ വരെയുള്ള ബാറ്ററി ലൈഫ് ഗൂഗിൾ 7 Proയ്ക്ക് അവകാശപ്പെടുന്നുണ്ട്. രണ്ട് ഫോണുകളും മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഏകദേശം സൗണ്ട് ക്വാളിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ സെയിം ആണ്. കാരണം രണ്ട് ഫോണിലും സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. 7 Proയും 7ഉം 3 വ്യത്യസ്ത കളറിലാണ് ലഭിക്കുന്നത്. സ്നോ, ഒബ്സിഡിയൻ എന്നീ രണ്ട് കളർ ഈ രണ്ട് ഫോണുകൾക്കും കോമൺ ആയിട്ട് ലഭിക്കുമ്പോൾ ഇവിടെ 7 Pro ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന ഒരു കളറിലും വരുന്നുണ്ട്. അതുപോലെ ഇവിടെ 7 എന്ന് പറയുന്നത് ഹാസൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കളറിലും വരുന്നുണ്ട്. തിക്നെസ് ഒക്കെ രണ്ട് ഫോണുകളിലും ഇവിടെ 7 Pro വന്നിട്ട് 8.9 മില്ലിമീറ്ററും 7 വന്നിട്ട് 8.7 മില്ലിമീറ്ററുമാണ്. വളരെ ചെറിയ മാർജിനൽ ആയിട്ടുള്ള വ്യത്യാസം മാത്രമേ തിക്നെസ്സിലുള്ളൂ. എന്നാൽ ഭാരത്തിൽ 212 ഗ്രാമാണ് 7 Pro. പക്ഷേ 7 വന്നിട്ട് 197 ഗ്രാം ഭാരമേ ഉള്ളൂ. അപ്പോൾ 7 Pro വന്നിട്ട് ഒരു അല്പം വെയിറ്റ് ഉണ്ട്. എന്നാൽ ഇതൊരു ഐഡിയൽ വെയിറ്റ് ആയിട്ട് നമുക്ക് 7നെ കണക്കാക്കാം. ഈ രണ്ട് ഫോണുകളിലും NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 13 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണുകളിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളിലും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഗൂഗിൾ അവകാശപ്പെടുന്നത്. മാത്രമല്ല ഇത് 5G ഫോണുകളാണ്. 23 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകളുടെ സപ്പോർട്ട് രണ്ട് ഫോണുകൾക്കും നൽകുന്നുണ്ട്. അപ്പോൾ 5G ലഭിക്കുന്ന ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമുക്ക് അവിടെ ഉള്ള 5G ബാൻഡ് ഈ ഒരു ഫോണിൽ ലഭിക്കുമെന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇതിനകത്ത് ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സംവിധാനവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പിക്സൽ 6 Pro പുറത്തിറക്കിയപ്പോൾ അതിന്റെ ഫിംഗർ പ്രിന്റിൽ കൂടുതൽ സെക്യൂരിറ്റി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആണ് എന്നൊരു പഴി കേട്ടിരുന്നു 6 Pro. എന്നാൽ ഇവിടെ 7 Proയിലേക്ക് വന്നപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് മികച്ച ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനവും ഫേസ് അൺലോക്ക് സംവിധാനവുമാണ് രണ്ട് സ്മാർട്ട് ഫോണിലും നൽകിയിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേയിലാണ് രണ്ട് സ്മാർട്ട് ഫോണുകളിലെയും ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണുകളുടെ പ്രൈസിംഗ് ആണ്. ഇവിടെ പിക്സൽ 7 വന്നിട്ട് ഇന്ത്യയിൽ വിൽക്കുന്ന വില എന്ന് പറയുന്നത് ഒറ്റ വേരിയന്റ് ഉള്ളൂ. ഞാൻ പറഞ്ഞു 8GB 128 ഇതിന്റെ വില എന്ന് പറയുന്നത് 59,999 രൂപയാണ്. 7 Pro വന്നിട്ട് ഒറ്റ വേരിയന്റ് ഉള്ളൂ 12GB 256GB ഇതിന്റെ 7 Pro വിൽക്കുന്ന വില എന്ന് പറയുന്നത് 84,999 രൂപയുമാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഞാൻ ഒരൊറ്റ കുറവേ കാണുന്നുള്ളൂ. ഫസ്റ്റ് ഇംപ്രഷൻ ഇതിന്റെ നോക്കുമ്പോൾ ഈ രണ്ട് ഫോണുകളിലും 128GB മാത്രമേ ഇന്റേണൽ മെമ്മറി വന്നിട്ടുള്ളൂ. ഒരൊറ്റ വേരിയന്റേ ഉള്ളൂ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണുകളിൽ 256 ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ എന്നൊരു അഭിപ്രായമുണ്ട്. അതുവഴി സോഫ്റ്റ്വെയർ സൈഡിൽ ഒരു മികച്ച എക്സ്പീരിയൻസ്, ക്യാമറയിൽ ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഗൂഗിളിന്റെ സ്വന്തം സ്മാർട്ട് ഫോണുകളാണ് ഗൂഗിൾ പിക്സൽ 7 Proയും 7ഉം.